രുദ്ര, നീയോ? സൂക്ഷിക്കണം. ലൈബ്രറി മുഴുവൻ ബലൂൺസ് നിറഞ്ഞിരിക്കുക. നിനക്ക് ഏത് തരം ബുക്കാണ് ആവശ്യമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ കൊച്ചിലെ മമ്മിയുടെ അടുത്ത് ബലൂൺ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രുദ്ര, വേഗം നിങ്ങൾ ചെയ്യ്. നമ്മുടെ മുന്നിലും ബലൂൺസ് ഉണ്ട്. മുന്നിലും പിന്നിലും രണ്ട് സൈഡും ബലൂൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ മുകളിലും ബലൂൺസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യും? യെസ്, എന്റെ കൊച്ചു കൂട്ടുകാരെ സിംസും, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. രുദ്ര, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ്. ബലൂൺസ് നമ്മൾ അടുത്തേക്ക് വരാണ്. സിംസും, ട്രീ റൂട്ട്സിനോട് ചെക്ക് ചെയ്യാൻ പറയൂ. എവിടെയാണോ ബലൂൺസ് ഇല്ലാത്തത് ആ വഴിയിൽ കൂടി ഞങ്ങളെ പുറത്തെടുക്കാൻ പറയൂ. ചെക്ക് ചെയ്യാ, എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് എടുക്കാം. ഇവരെങ്ങനെ രക്ഷപ്പെട്ടു? ഇല്ല, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ബലൂൺസ് എല്ലാം പടയെടുത്ത് ചെന്ന് അറ്റാക്ക് ചെയ്യേ. ഇല്ല, ഞാൻ നിന്നെ വെറുതെ വിടില്ല. രുദ്ര, നിനക്ക് പതിയിരിക്കാൻ ഈ സ്ഥലം മാത്രമേ കിട്ടിയുള്ളൂ. എന്തൊരു തണുപ്പാ ഇവിടെ. വിശപ്പ് കാരണം ബൈൻഡകത്ത് എലി ഓടിക്കൊണ്ടിരിക്കാണ്. വേഗം എന്തൊക്കെ ചെയ്യാ. എങ്ങനെയുണ്ട് എന്റെ ഈ ട്രീറ്റ്? ഒരൊറ്റ സെക്കൻഡിൽ ഞാൻ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കിയില്ലേ? നിങ്ങളോ? രാവിലെ മുതൽ നിങ്ങൾ എവിടേക്ക് പോയത്? ചേടാ, രാവിലെ മുതൽ ഞാൻ നിങ്ങളെ പതുങ്ങിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ബലൂൺ മാൻ നിന്നെയും മുത്തശ്ശനൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ? ആ സമയത്ത് ഞാൻ പതുങ്ങിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. അതൊക്കെ വിട്ടേക്ക്. നിങ്ങൾ എല്ലാവരും വേഗം ആഹാരം കഴിക്ക. ഈ മാജിക്കൽ ഫുഡ് കഴിച്ചാ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തണുക്കില്ല. ബലൂൺ മാന്റെ മാജിക് ആർക്കും തകർക്കാനും ആവില്ല. ഭൂമിയിലുള്ള ഒരു സാധനം കൊണ്ടും അവനെ നശിപ്പിക്കാനും ആവില്ല. മുകളിലോട്ട് ചെന്ന് തേടി കണ്ടെത്ത്. അവന്റെ ശക്തിയുടെ രഹസ്യം താഴെ വന്നിട്ട് വീണ്ടും ചെയ്യ്. അവനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കൂ. ഇതൊരു പസിൽ പോലെയുള്ളത്. ഭയങ്കര കൺഫ്യൂസിംഗ്. ഇത് വായിക്കുമ്പോ എനിക്ക് തോന്നിയത് ഭൂമിയിലുള്ള ഒരു സാധനം കൊണ്ടും ആ ബലൂണിനെ തകർക്കാനാവില്ല. എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആകാശത്ത് നിന്ന് വേണം ചെയ്യാൻ. ഓക്കെ ഫ്രണ്ട്സ്, നാളെ ബലൂൺ ഫെസ്റ്റിവൽ ആണ്. നമ്മൾ അന്വേഷിച്ച് ആ ബലൂൺ മാനും തീർച്ചയായിട്ടും അവിടെ എത്തും. ഇപ്പൊ എന്റെ പ്ലാൻ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇപ്പൊ ഞാൻ സ്റ്റേജിലേക്ക് ചെന്നേ പറ്റൂ. നിങ്ങൾ 3 പേരും വേഷം മാറി പബ്ലിക്കിന്റെ ഒപ്പം നിൽക്കണം. ബലൂൺ മാനെ കണ്ടെത്തണം. എന്തെങ്കിലും ചെയ്ത് മുത്തശ്ശനെ രക്ഷിക്കണം. ഓക്കേ. കുട്ടികളെ സൂക്ഷിക്കണം കേട്ടോ. നമ്മളെ ആരും അടയാളം കണ്ടെത്തരുത്. വേഗം വാ, നമുക്ക് പോയി ആ ബലൂൺ മാനെ തേടി കണ്ടെത്താം. എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ കണ്ടെത്തുക? ക്ഷമിക്ക, തെറ്റുപറ്റി പോയി.
ബലൂൺ നിന്നെ ഇങ്ങനെ പെൺകുട്ടികളുടെ ഡ്രസ്സിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും. താങ്ക് യു. അല്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് ഞാൻ വരുണാണെന്ന്? എനിക്കെല്ലാം അറിയാം. ഇത് നീ, അത് മൈറ, പിന്നെ അവൻ രംഗീലയാണ്. അല്ലേ അല്ലേ? രുദ്ര, ആ ബലൂൺകാരൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. നോ, ആരും പേടിക്കണ്ട, ഞാൻ എവിടെ ഉണ്ടല്ലോ. രുദ്ര, നിന്റെ ഈ കുട്ടികളി പ്ലാൻ ഒന്നും എന്റെ അടുത്ത് വർക്കൗട്ട് ആവില്ല. ഇപ്പൊ ചെല്ല്, ഇവിടെയുള്ള ഒരുപാട് ബലൂൺസിൽ ഒരെണ്ണത്തിൽ നിന്റെ അപ്പൂപ്പന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് കേട്ടു നോക്ക്. എന്നിട്ട് അയാളെ രക്ഷിക്ക്. ബലൂൺ മാൻ, രുദ്രയുടെ പ്രായത്തെയും അവന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ മുത്തശ്ശനെ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും. ഓ, മുകളിൽ ഏത് തരം ആയുധമാ ഉള്ളത്? എന്ത് വെച്ചിട്ടാ ബലൂനെ നശിപ്പിക്ക? മുകളിൽ ആകാശമുണ്ട്, ആകാശത്തിൽ മേഘങ്ങളുണ്ട്, മേഘത്തിൽ വെള്ളമുണ്ട്, വെള്ളം മഴയായിട്ട് പെയ്യും. യെസ്, Ibaiska Rain Creato. Ibaiska Ice Creato. ഡോ, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. നീ എന്റെ ബലൂൺസിനെ ഒറ്റയടിക്ക് എങ്ങനെ നശിപ്പിച്ചത്? അടുത്തതായി നിന്നെയും ഞാൻ അതുപോലെ നശിപ്പിച്ചിരിക്കും. ശക്തി ഉണ്ടായാൽ മാത്രം പോരാ, ബുദ്ധിയും വേണം. നിന്റെ വീക്ക് പോയിന്റ് എന്താന്നുള്ളത് ഞാൻ ആ ബുക്കിൽ നിന്നും അറിഞ്ഞു. ഭൂമിയിലുള്ള ഒരു സാധനം കൊണ്ടും നിന്നെ തോൽപ്പിക്കാനാവില്ല. നിന്റെ ബലൂൺ തകർക്കാനും ആവില്ല. പക്ഷെ ആകാശത്ത് നിന്ന് അറ്റാക്ക് ചെയ്താൽ നീ തോൽക്കും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ബലൂൺസ് കൊണ്ട് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യും. മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബലൂണിൽ തൊട്ടാൽ ഞാൻ അകത്തായി പോകുന്നു. ആദ്യം ഞാൻ ചെയ്യേണ്ടത് ബലൂണിന്റെ അകത്ത് കുടുങ്ങാതെ രക്ഷപ്പെടണം. Ibaiska Control Balloon Fistino. ചേട്ടാ, ഇതുപോലെ പ്രശ്നമായല്ലോ. രുദ്ര, രക്ഷപ്പെട്ട് ഓടിക്കോ. ബലൂൺസ് നിന്നെ തൊടാൻ അനുവദിക്കരുത്. ഇനി ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ജയ്സിംഗ് എപ്പോഴും രക്ഷപ്പെട്ടു കഴിഞ്ഞു. എത്രയും വേഗം ഇവിടെ നിന്നും സ്ഥലം വിടുന്നത് നിനക്ക് നല്ലത്. രക്ഷപ്പെട്ടോ, തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. ഇല്ല. Ibaiska Boom Chick Boom.
വേണ്ട 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 വേണ്ട. ബലൂൺ മാന് ബലൂണിനകത്ത് ഒരുപാട് ദിവസം നിനക്ക് അടിച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വരും. അപ്പൊ ഞാൻ വേറെ വിധത്തിൽ ബലൂൺ തയ്യാറാക്കും. അതിന് ഭൂമിയിൽ എന്നല്ല ആകാശത്തിലും ആർക്കും തകർക്കാൻ കഴിയില്ല. സബാഷ് രുദ്ര, നീ ശക്തിയും ബുദ്ധിയും യൂസ് ചെയ്തു. വളരെ നല്ലോണം പ്ലാൻ ചെയ്തു. ഹോ ഹോ ബലൂൺ ഫെസ്റ്റിവൽ തുടങ്ങാം.